തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിനെതിരെ ഉണ്ടായത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സലീം മണ്ണേലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കുന്നതിനിടയിൽ പ്രകോപിതരായി ബോധപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കുന്നതിനിടയിൽ പ്രകോപിതരായി മനഃപൂർവ്വം തന്നെ പ്രിയപ്പെട്ട സഖാവിനെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നു. SDPIയുടെ ഒരു വിഭാഗം ക്രിമിനലുകളാണ് ആസൂത്രിതമായി ഇത് ചെയ്തത്. തർക്കമുള്ള പ്രശ്നത്തിൽ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത സലീമിനെതിരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പല വാഹനങ്ങളിലായി എത്തിയ 17ഓളം വരുന്ന സംഘം മധ്യസ്ഥതയുടെ മറവിൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു കുടുംബ പ്രശ്നം സംസാരിച്ച് തീർക്കുന്നതിനു വേണ്ടി രണ്ട് ഭാഗത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഒരു വിഭാഗം പ്രകോപിതമായി ബോധപൂർവം തന്നെ ഒരു കാര്യത്തിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു വാക്കുപോലും സംസാരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഖാവിനെ സലീമിനെ ബോധപൂർവം അദ്ദേഹം ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള 15 ദിവസം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള വിവരം ഉൾപ്പെടെ എല്ലാം അറിയുന്ന SDPIയുടെ ഒരു വിഭാഗം ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ട് ഈ സംഭവം നടത്തിയത്. സ്വന്തം പ്രദേശത്ത് ഇത്തരം വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സലീമിനെ ലക്ഷ്യം വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ കൊലപാതകമെന്ന് കണ്ടുകൊണ്ടുള്ള സമീപനം സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു, ജില്ലാ സെക്രട്ടറി S സുദേവൻ എന്നിവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.